ഞാനിന്ന് പറയാൻ പോകുന്നത് വളരെ ലേറ്റായി, പക്ഷേ ഞാൻ വാഴ എന്ന സിനിമ ഈ അടുത്താണ് കണ്ടത്. ആക്ച്വലി കാണണം എന്ന് എന്താ പറയുക, വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സിനിമയാണ്. പക്ഷെ കണ്ടു വന്നപ്പോൾ വൈകിപ്പോയി. നമ്മൾ പല സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഈ സീൻ ടു സീൻ, മാസ് ഡയലോഗ് ടു മാസ് ഡയലോഗ് എല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവും. ഇതിങ്ങനത്തെ ഒരു മാസ് പടമൊന്നുമല്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, നമുക്ക് ജീവിതകാലം മുഴുവനും വാഴ എന്ന സിനിമ എപ്പോഴെങ്കിലും ഡിസ്കഷനിൽ ആ ഒരു ടോപ്പിക്ക് വന്നാൽ വിൽ ഓൾവേസ് റിമെമ്പർ ഹൗ വി ഫെൽറ്റ് ആഫ്റ്റർ വാച്ചിങ് ദ മൂവി. അത്രയ്ക്കും റിലേറ്റബിളാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഓരോ മലയാളികൾക്ക് എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പിള്ളേർക്കും, അത്യാവശ്യം പിന്നെ പേരൻസിനും എല്ലാവർക്കും നല്ല രീതിക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ആസ്പെക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ പറയാനുള്ളത്, അതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ബിപിൻദാസ് സാറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയലോഗും സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജയ 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 ഹേ അങ്ങനത്തെ അത്രയും തീവ്രമായ ടോപ്പിക്സ്, വളരെ സീരിയസ്നെസ് ഉള്ള, എന്താ പറയുക, വളരെ ലൈഫ് എന്താ പറയുക, ത്രെറ്റനിങ് ആയിട്ടുള്ള ടോപ്പിക്സാണ് വാഴയിലെടുത്തിരിക്കുന്നതും അതിലെടുത്തിരിക്കുന്നത്. ലൈഫ് ഓൾട്ടറിങ് ടോപ്പിക്സാണ്. പക്ഷെ അതിനെ വളരെ ലാഘവത്തോടെയൊന്നും പറയാൻ പറ്റില്ല, വളരെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ഉള്ള രീതിക്ക് തന്നെ അതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് എന്താ പറയുക, സ്റ്റോറി ലൈൻ ബേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വിക്ടിംസോ കൾപ്രിറ്റ്സോ അങ്ങനത്തെ ഒരു സെഗ്രിഗേഷൻസോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും എങ്ങനെയാണോ ശരിക്ക് ലൈഫിൽ, ഇറ്റ് ഇസ് അപ് ടു യു ഹൗ യു വോണ്ട് ടു ലുക്ക് അറ്റ് ഇറ്റ്. അത്രയും നോൺ ബയസ്ഡ് രീതിക്കാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. വാഴ ബയോപിക് ഓഫ് എ മില്യൺ ബോയ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ എന്താ പറയുക, ലോജിക്കലി ടെക്നിക്കലി നോക്കിയാൽ യെസ്, ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ മില്യൺ ബോയ്സ്. പക്ഷേ ഇതിൻ്റെ ഇറ്റ്സ് ആക്ച്വലി എ സ്റ്റോറി ഓഫ് എവ്രിബഡി. ഇതിൽ ജെൻഡർ ഐ ഡോണ്ട് തിങ്ക് ഇസ് എ പോയിൻ്റ് ഓഫ് ഡിഫറൻസിയേഷൻ. ബിക്കോസ് ഇതിൽ കാണിക്കുന്ന പെൺകുട്ടികൾ പോലും ആക്ച്വലി ബേസിക്കലി നമ്മൾ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഒരു രീതിക്ക് വളരുന്നത്, ഓർ വി ആർ ടോൾഡ് ടു ബി ഹാർഡ് വർക്കിംഗ് ആൻഡ് എന്താ പറയുക, നമ്മൾ മര്യാദയ്ക്ക് പഠിക്കും, എൻജിനീയറിംഗ് കോളേജിൽ പോയാലും നമ്മളിങ്ങനെ നടക്കില്ല എന്നൊക്കെ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് കണ്ടീഷനിങ്. നമ്മൾ ബേസിക്കലി അങ്ങനെ എന്താ പറയുക, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉഴപ്പ് താല്പര്യമില്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് കണ്ടീഷനിങ്. നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ നിൽക്കാൻ പാടില്ല, അങ്ങനെ നടക്കാൻ പാടില്ല, ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല, ക്ലാസ് കട്ട് ചെയ്യാൻ പാടില്ല, എങ്ങനെയെങ്കിലും പഠിക്കണം. ഈ സപ്ലി എന്ന് പറയുന്നത്, പെൺകുട്ടികൾക്ക് സപ്ലി അടിക്കുമ്പോൾ വേറൊരു ലോകത്തുനിന്ന് ആരും വന്ന് എന്തോ ചെയ്ത പോലത്തെ ഒരു റിയാക്ഷൻ ആയിരിക്കും വീട്ടിൽ. ആൺപിള്ളേർ സപ്ലി അടിക്കുമ്പോൾ ആൺപിള്ളേരൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്താഗതിയാണ്. അതിപ്പോൾ എന്താ പറയുക, അത് ഒരു ആൾ എന്നല്ല, അത് മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ പെൺകുട്ടികളെ ആ ഒരു രീതിക്ക് കണ്ടീഷനിങ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ആ സിനിമയിൽ തന്നെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോകുന്ന മറ്റേ ഡേസി ഇതുപോലെ അവളുടെ അകത്തും ഉണ്ടാവും എന്താ പറയുക, ചില്ല് ചെയ്ത് നടക്കണം, പല കാര്യങ്ങളും. ഇപ്പോൾ ബബിൾ ഗം ചെയ്യുന്ന ആ ഒരു സീൻ, പല ഇപ്പോൾ ആക്ച്വലി ചില്ല് ചെയ്ത് നടക്കണം, കെയർ ഫ്രീ ആയിട്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള പെൺകുട്ടികളാണ്. പിന്നെ അതിൽ ലാസ്റ്റിൽ കല്യാണം കഴിഞ്ഞ് പോകുന്ന, അപ്പോൾ അതിൽ ആ വല്യപ്പച്ചൻ പറയുന്നില്ലേ, മോളെ സെയിം ക്ലാസ് വിട്ടു, സെയിം കോളേജ് വിട്ടു, അവൾ പഠിച്ച് മര്യാദയ്ക്ക് ജോലിയൊക്കെ വാങ്ങിയപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി, മോനിങ്ങനെ നടന്നു എന്ന് പറയുന്നില്ല. ആ പെൺകുട്ടി അത്യാവശ്യം എന്താ പറയുക, കെയർ ഫ്രീയും എന്താ പറയുക, ആ പയ്യനെ കൊണ്ടെല്ലാം ചെയ്യിക്കുക, മുതലെടുക്കുക, അങ്ങനെയൊക്കെ എല്ലാ ട്രീറ്റ്സും ഉണ്ടാവും. പക്ഷെ പെൺകുട്ടികൾ ഒരു രീതിക്ക് തന്നെ നടക്കണം എന്നുള്ളൊരു കണ്ടീഷനിങ് കൊണ്ട് എങ്ങനെയെങ്കിലും കര കയറി പോകുന്നതായിരിക്കാം. ബട്ട് ദാറ്റ്സ് നോട്ട് റിയലി എ ഗുഡ് തിങ്. ഇറ്റ്സ് നോട്ട് റിയലി എന്താ പറയുക, അതൊരു ശരിക്ക് ഇറ്റ്സ് നോട്ട് ദ റിയാലിറ്റി.
എല്ലാവരുടെ ഉള്ളിൽ ഇതുപോലെയൊക്കെ കെയർ ചെയ്യാൻ നടക്കണം, ഒന്നും ചിന്തിക്കേണ്ട, റെസ്പോൺസിബിലിറ്റി വേണ്ട, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള കുറേ പെൺകുട്ടികളുണ്ട്. അതിൽ പറയുന്നില്ല ആൺപിള്ളേർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം, ആൺപിള്ളേർ എന്താ പറയുക അച്ഛനമ്മമാരെ നോക്കുന്ന പോലെ നോക്കണം. അതെന്തുകൊണ്ടാണ് പറയേണ്ട ആവശ്യം വന്നത്? ബിക്കോസ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതേ ഫ്രീഡത്തോടെ അവർക്ക് പോയി അച്ഛനമ്മനെ നോക്കാൻ പറ്റില്ല. കല്യാണശേഷം പല ലിമിറ്റേഷൻസ് വരും. ചിലപ്പോൾ അതേ ദിവസം അവരുടെ മക്കൾക്കോ അവരുടെ വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും ഒരു വയ്യായ വന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രയോറിറ്റീസ് മാറും. അത് വിചാരിച്ചിട്ടോ കരുതി കൂട്ടിയിട്ടോ അല്ല, അതങ്ങനെ ആയിപ്പോകുന്നതാണ്. പക്ഷെ അതേ സ്ഥാനത്ത് അവളുടെ ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഷീ വിൽ ലുക്ക് ആഫ്റ്റർ ദം വിതൗട്ട് എനി ഇൻഹിബിഷൻസ് ഓർ എനിത്തിങ്, ബിക്കോസ് ഷീ ഹാസ് ടു. അപ്പോൾ സ്വന്തം അച്ഛനമ്മേനെ നോക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി എല്ലാത്തിനും മാറ്റിയെടുത്തിരിക്കുന്നത്. അതൊരു മാറേണ്ട ഒരു കാര്യമാണ്. ബോത്ത് സെറ്റ് ഓഫ് പേരൻസ് ആർ ഇമ്പോർട്ടൻറ്റ്, ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് ബയസ് ഇൻ ആമ്പിള്ളേരുടെ അച്ഛനമ്മയ്ക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ ഒരു ഇത് മാറേണ്ട കാലമൊക്കെ ആയി. അപ്പോൾ അത് ഡെഫിനറ്റ്ലി എനിക്ക് പേഴ്സണലി കുറേ ചേച്ചിമാരെയും അവരൊക്കെ അറിയാം. കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം അച്ഛനമ്മയ്ക്ക് വയ്യാതെ വന്നാൽ നോക്കാൻ പറ്റുന്നില്ല. ഇഷ്ടമില്ല എന്നിട്ടല്ല, പക്ഷെ പറ്റുന്നില്ല. പിന്നെ കമ്മിങ് ടു ദ ക്യാരക്ടേഴ്സ്, അതിൽ അഭിനയിച്ച് എല്ലാവരും എന്താ പറയുക കിഡിലായിട്ട് നമുക്ക് ഓരോ മൊമെൻറ്റ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് രണ്ടും നമുക്ക് വളരെയധികം നമുക്ക് ഹൃദയത്തിൽ തട്ടി എന്താ പറയുക, നമ്മൾ ജീവിക്കുകയാണ് അവരുടെ ഒപ്പം. പിന്നെ അച്ഛന്മാരുടെ കാര്യം, അച്ഛന്മാരൊരു രക്ഷയില്ല, എല്ലാവരും. പിന്നെ അവരുടെ മക്കളെല്ലാം അതൊന്നും പറയൂല. കാണാനും മുഖച്ചായും ബോഡി സ്ട്രക്ചർ ആയിക്കോട്ടെ എല്ലാം അവരുടെ എന്താ പറയുക, അവരുടെ അച്ഛന്മാരുടെ ജനറേഷണൽ ട്രോമ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതി പോലും ശരിക്കും ഒരു മകൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിക്കാണ്. അത്രയും തീവ്രമായ ഉള്ളിൽ തട്ടിയിട്ടാണ് അവരത് കാണിക്കുന്നത്. പിന്നെ അമ്മമാർ ശരിക്കും ജീവിതത്തിൽ ഉള്ള പോലെ തന്നെ ഒരു സൈലൻറ്റ് സപ്പോർട്ടറും ഒരു സൈലൻറ്റ് നാവിഗേറ്ററും ആണ് ഈ സിനിമയിൽ പോലും. കാര്യങ്ങൾ അൺബയസ്ഡ് രീതിക്ക് കാണാൻ പറ്റുന്നത് അമ്മമാരാണ്. പക്ഷെ പലപ്പോഴും തെറ്റാണ് എന്ന് കണ്ടാൽ പോലും മനസ്സിൽ അമർത്തി വെക്കേണ്ട ഒരു സിറ്റുവേഷനാണ് എല്ലാ അമ്മമാർക്കും. അവർക്കത് അച്ഛന്മാരോട് നേരെ മുഖത്തൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പിള്ളേരോട് ഇല്ല മോനെ നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറയാനുള്ളൊരു എന്താ പറയുക ഭാരം. പറയണമെന്നുണ്ട്, മാറ്റണമെന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഹെൽപ്ലെസ്നെസ്, അതാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതിലൊരു സൂപ്പർ മാർക്കറ്റിലൊരു സീനുണ്ട്, 2 പിള്ളേരുടെ അമ്മമാരവിടെ കണ്ടുമുട്ടും. അപ്പോൾ കോളേജ് അവർക്കറിയാം അവരുടെ പിള്ളേർ സന്തോഷം അവരുടെ ഫ്രണ്ട്സ് കൂടെ ഉള്ളപ്പോഴാണ്. ഫ്രണ്ട്സ് കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്ന് അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അച്ഛന്മാരറിയാതെ സെയിം കോളേജിൻ്റെ പേരും അതൊക്കെ പറഞ്ഞു കൊടുത്ത് സെയിം കോളേജിൽ അഡ്മിഷൻ എടുപ്പിക്കേണ്ട അമ്മമാരാണ്. അത് സത്യം പറഞ്ഞാൽ എല്ലാ വീട്ടിലും കാണുന്ന ഒരു കാഴ്ചയാണ്. ഒരു രീതിക്ക് അല്ലെങ്കിൽ വേറെ രീതിക്ക് അത് എപ്പോഴും അമ്മമാർ ഇൻഡയറക്റ്റ്ലി അവർ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. അത് എന്താ പറയുക, ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് കണ്ടീഷനിങ്. പിന്നെ പല അച്ഛന്മാരും അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവരെ മക്കളെ കൊണ്ട് ചെയ്ത് സാധിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ഗോളാണ് അവരുടേത്. പിന്നെ അവരെ ഫോഴ്സ് ചെയ്യാം, ഡയറക്റ്റ്ലി ആണ് ഫോഴ്സ് ചെയ്യുന്നത്, പക്ഷെ അവരുടെ വിചാരം അവർ ഇൻഡയറക്റ്റ്ലി ആണ് ഫോഴ്സ് ചെയ്യുന്നതെന്നാണ്. പിന്നെ അവർ വിചാരിക്കുന്നത് ചെയ്യാവൂ എന്നുള്ളൊരു, അത് വേറൊരു ഇൻറ്റൻഷനിൽ നിന്നല്ല വരുന്നത്. അവരുടെ ഇൻറ്റൻഷൻ ഇസ് ദാറ്റ് ഞങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഈസി ആക്കണം, യു ഷുഡ് ഹാവ് എവറിത്തിങ് ദാറ്റ് വി ഡിഡ്ന്റ് ഹാവ് എന്നുള്ള ഇൻറ്റൻഷനാണ്. പക്ഷെ ആയി വരുമ്പോൾ അത് പലരുടെ ലൈഫ്, പലരുടെയും മെൻ്റൽ ഹെൽത്ത്, പലരുടെയും ഫിസിക്കൽ ഹെൽത്ത് അതൊക്കെ
നശിപ്പിക്കുന്നത് ആ ഒരു തോട്ടാണ്. അത് അച്ഛന്മാർ മനസ്സിലാക്കേണ്ടതാണ്. എന്താ പറയുക, ഡോക്ടറോ എൻജിനീയറോ ആയില്ലെങ്കിൽ വേറൊരു ലൈഫ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ് സത്യം പറഞ്ഞാൽ. ഒരു കുട്ടിക്ക് വേറെ പലരും പല രീതിയാണ്. എല്ലാവരും ഫ്രണ്ട് ബെഞ്ചേഴ്സ്, എല്ലാവരും ബാക്ക് ബെഞ്ചേഴ്സ്. ഫ്രണ്ട് ബെഞ്ചേഴ്സിൻ്റെ ലൈഫ് വളരെ നല്ലതും ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ ലൈഫ് വളരെ മോശം എന്നുള്ളതല്ല സത്യം. എനിക്കറിയുന്ന കുറേ എന്താ പറയുക, സ്പെഷ്യൽ കിഡ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യപ്പെട്ട കുറേ പിള്ളേർ ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ വളരെ നല്ല നിലയിൽ എന്താ പറയുക, ബിസിനസ് നോക്കി നടത്തുന്നു. US വലിയ വലിയ യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിച്ച് അവിടുത്തെ പ്രൊഫസേഴ്സായി. അങ്ങനെയൊക്കെ എന്താ പറയുക, വളർന്ന പിള്ളേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നെ അതേപോലെ എന്താ പറയുക, വളരെയധികം എക്സ്പെക്റ്റേഷനോടെ പ്രഷറോടെ അമർന്ന് ജീവിപ്പിച്ച പിള്ളേരുണ്ട്. അവർ സത്യം പറഞ്ഞാൽ ആ പ്രഷർ കാരണം അവർ ക്ലൂലെസ് ആയിട്ട് അവർക്ക് ഞാൻ ആരാണ്, ഞാൻ ഏതാണ് എന്നറിയാണ്ട് ലൈഫ് മൊത്തം കോളായി പോകുന്ന കുറേ പിള്ളേരുണ്ട്. പിന്നെ ആ ഐഡൻറ്റിറ്റി ക്രൈസിസ് അവർക്ക് സെക്കൻഡ് ഹാഫ് ഓഫ് ലൈഫിലാണ് അത് ഹിറ്റ് ചെയ്യുന്നത്. മറ്റേ പിള്ളേർക്ക് ഓൾറെഡി നീ ചീത്തയാണ്, നീ ഒന്നിനും കൊള്ളാത്തവളാണ് അല്ലെങ്കിൽ കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പിള്ളേർക്ക് ചെറുപ്പത്തിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. അവർക്ക് എന്താ പറയുക, അവരുടെ മൊത്തം ലൈഫ് അയ്യോ ഞാൻ ഇങ്ങനെ ഇത്രയും മോശമാണോ എന്ന് അതിനെ എന്താ പറയുക, അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷനൊന്നും ഒരിക്കലും അതുകൊണ്ട് ഉണ്ടാവില്ല. പേരൻസ് അത് പറയണത് സത്യം പറഞ്ഞാൽ അവരുടെ ലോജിക്ക് അങ്ങനെ പറഞ്ഞാൽ ആ വാശിയുണ്ട് എങ്ങനെയെങ്കിലും മാറാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. പക്ഷെ അതല്ല സത്യം. സത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് മാറാൻ പറ്റുമെന്നുള്ളൊരു ഗൈഡൻസ് ഒരിക്കലും കിട്ടില്ല. അവരെപ്പോഴും they will believe they are good for nothing. That is never going to help them. എന്താ പറയുക, അവരെ ട്രസ്റ്റ് ചെയ്യുക. അവർ എന്ത് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വീട്ടിൽ വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, വീട്ടിൽ വന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക. വീട്ടിൽ അവർക്ക് മെൻ്റൽ സേഫ്റ്റി ഉണ്ടാവണം. നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഓരോ ദിവസവും മോശം പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്കൊരിക്കലും പുറത്തൊരാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ വീട്ടിലെ ആ ഒരു സേഫ്റ്റിയും ബിൽഡ് ചെയ്താൽ മാത്രമേ അവർക്ക് തിരിച്ച് വീട്ടിൽ വരാനുള്ളൊരു തോന്നലുണ്ടാവും. അവർക്ക് വീട്ടിൽ വരാനൊരു ആവേശം ഉണ്ടാവുള്ളൂ. അപ്പോൾ വീടായിരിക്കണം അവരുടെ ഗോ ടു പ്ലേസ്. അല്ലാതെ കഞ്ചാവ്, കള്ളുകുടി, സിഗരറ്റ് വലി, ലഹരി, അഡിക്ഷൻസ്, പല എന്താ പറയുക, കള്ളുടിയും കഞ്ചാവും മാത്രമല്ലല്ലോ അഡിക്ഷൻ, വേറെ പല കാര്യങ്ങളുണ്ടാവുമല്ലോ അഡിക്ഷൻസും. പിന്നെ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ വഴി തെറ്റി പോവുക എന്ന് പറയുമ്പോൾ അവരവിടെ ഹാപ്പിനെസ് കണ്ടെത്തുമ്പോഴാണ് അവർ എന്താ പറയുക വേറെ വഴിക്ക് പോകുന്നത്. ആ ഒരു ഹാപ്പിനെസ്സും ഫ്രീഡമും വീട്ടിലുണ്ടെങ്കിൽ അവരെപ്പോഴും അയ്യോ അച്ഛനമ്മയ്ക്ക് വിഷമം തോന്നരുത് എന്നവർ സ്വയം ചിന്തിക്കും. അത് നിങ്ങൾക്ക് അടിച്ചമർത്തി ചിന്തിപ്പിക്കാൻ പറ്റില്ല. അത് സ്വയം വരുത്തേണ്ട ഒരിതാണ്. പിന്നെ ശരിയും തെറ്റും ചൂണ്ടിക്കാണിക്കുകയല്ല വേണ്ടത്. ശരിയും തെറ്റും സ്വയം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതായിരിക്കും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങും ഏറ്റവും വലിയ ഗിഫ്റ്റും. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഈസ് റിയലി എ ബയോപിക് ഓഫ് ബില്യൺ പീപ്പിൾ ഓൺ ദ പ്ലാനറ്റ്.